വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീ നാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാറിൻ്റെ തൂലികയിലൂടെ ഭഗവാന് പാദകാണിക്കയായി സമർപ്പിക്കുന്നു ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ. സമ്പൂർണവും സമഗ്രവുമായ ഈ ചരിതം തുടക്കം മുതൽ ശ്രവിച്ച് എല്ലാവർക്കും സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇനി ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ, അധ്യായം 1, ഭാഗം 4. സ്വരാഷ്ട്രീയൻ മതം. ശുഗകുല മൗലി ബാലികേ ശാരദേ ശാരദാംബതൻ പൊന്മണിമുത്തേ, ലോകമതചരിതം നീ പാടി പറഞ്ഞാലും ഞാനിതാ നിനക്കായി കാതോർക്കുന്നു. സാധകന്റെ സ്തുതി കേട്ട് ശുഗബാലിക ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. രാപ്പാടിയായി ഞാൻ ഇറാൻ ദേശത്ത് അലീന ജന്മത്തിലാണ് സരതുഷ്ട്ര എന്ന മഹാനായ മനുഷ്യൻ ജീവിച്ചിരുന്നത്. അക്കാലം ചൈന എന്ന ദേശത്ത് മറ്റൊരു മതസ്ഥാപകൻ ജനിച്ചിരുന്നു. ലവോസ്തെ എന്നു പറയും. മറ്റ് മതസ്ഥാപകരായ കൺഫ്യൂഷ്യസും മഹാവീരനും ബുദ്ധനും അതേ കാലയളവിൽ ലോകത്ത് അവതരിച്ചിരുന്നു. ഈ മഹത് പുരുഷന്മാരെല്ലാം തന്നെ പരമാത്മ നിയോഗത്താൽ വൈവസ്വത മനുവിൻ്റെ ഈ മന്വന്തരത്തിൽ ജനിച്ചത് അവർ വസിക്കുന്ന ദേശത്തെ ജനങ്ങൾക്ക് സത്യവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. കലിയുഗത്തിൽ മനുഷ്യൻ ധർമ്മലോഭവും സ്നേഹരാഹിത്യവും വിശ്വാസമില്ലായ്മയും കൊണ്ട് വലയും. അത് യുഗസ്വഭാവമാണ്. അതിനെ തടുക്കാൻ പ്രപഞ്ചപുരുഷനും സാധിക്കില്ല. എന്നാൽ പ്രപഞ്ചപുരുഷൻ എല്ലാ കാലവും എല്ലാ ദേശത്തേക്കും തൻ്റെ അംശാവതാരങ്ങളെ അയച്ച് ജനങ്ങളുടെ ജീവിതാശയങ്ങൾ ശുദ്ധീകരിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമാണ് പല ദേശങ്ങളിൽ പല കാലങ്ങളിൽ മഹത്തുക്കൾ അവതരിക്കുന്നത്. എന്നാൽ മനോവികാസം സംഭവിക്കാത്ത മഹാഭൂരിപക്ഷം വരുന്ന കലിയുഗ മനുഷ്യർ ഈ മഹത്തുക്കൾ പകർന്നു നൽകിയ അറിവ് സ്വായത്തമാക്കി എല്ലാവരുടെയും നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാതെ മഹത്തുക്കളുടെ പേരിൽ പോരിനിറങ്ങുന്നു. അതാണ് കഷ്ടം. അരുമാമറയോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും എന്ന പരമഗുരുവിൻ്റെ വാക്ക് ജനം കേൾക്കണം. അത് കേൾക്കാതെ ജീവിതം അവസാനിക്കാൻ ഇടയാകരുത്. ഇരുട്ടിൻ്റെ നരകങ്ങളിൽ പോയി ആത്മാവ് പതിക്കും. ഭേദചിന്ത പുലർത്തുന്ന ജീവിതം നയിച്ചാൽ ആത്മാവ് തൃഷ്ണ വിട്ടു പോകാതെ വലയുമെന്നാണ് മനുക്കൾ പറയുന്നത്. അതുതന്നെ മുനിമാരും പ്രവാചകരും ശരിവയ്ക്കുന്നു. ഈ ശരികളെ എല്ലാവരിലേക്കും എത്തിക്കാൻ ഞാൻ മതചരിതം തുടരുകയാണ്. സരതുഷ്ട്രയുടെ സ്വരാഷ്ട്രീയൻ മതത്തെക്കുറിച്ച് കേൾക്കൂ. ലോകത്തെ മറ്റെല്ലാ ആദിമ ജനവിഭാഗങ്ങളെയും പോലെ പേർഷ്യക്കാരും ബഹുദൈവാരാധകരായിരുന്നു. അവരുടെ മതകാര്യങ്ങൾ മാജി എന്ന പുരോഹിതർ നിയന്ത്രിച്ചിരുന്നു. മാജി എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് പിൽക്കാലത്ത് മാജിക് എന്നും മജീഷ്യൻ എന്നും വാക്കുകൾ ഉണ്ടായത്. മന്ത്രവാദമായിരുന്നു മാജികളുടെ പ്രധാന ജോലി. ദുർദേവതകളെ മന്ത്രം കൊണ്ട് ആട്ടിയോടിച്ച് സദ്ദേവതകളെ പ്രീതിപ്പെടുത്തും ഇവർ. അവർക്കിടയിലേക്കാണ് സരതുഷ്ട്ര എന്ന മഹത് പണ്ഡിതൻ കടന്നു വന്നത്. അർമീനിയ എന്ന ദേശമാണ് സരതുഷ്ട്രയുടെ ജന്മദേശം. പുരോഹിതനായ ഗൃഹസ്ഥനായിരുന്നു സരതുഷ്ട്ര. അദ്ദേഹത്തിൻ്റെ 30-ാം വയസ്സിൽ പരമാത്മാവിൽ നിന്ന് വെളിപാടുണ്ടായി. അദ്ദേഹം നിരവധി ഉപദേശങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ തുടങ്ങി. എല്ലാം തന്നെ ആത്മനിയന്ത്രണത്തിലും ഇന്ദ്രിയ നിയന്ത്രണത്തിലും അധിഷ്ഠിതമായ ഉപദേശങ്ങളായിരുന്നു. അതൊന്നും സുഖലോലുപരായ ജനം സ്വീകരിച്ചില്ല. അവർ സരതുഷ്ട്രയെ ശത്രുവായി കണ്ടു. അദ്ദേഹത്തോടെ കൂട്ടം ചേർന്ന് പീഡിപ്പിക്കാൻ തുടങ്ങി.
അതോടെ സരതുഷ്ട്ര നാടുവിട്ടു. 10 വർഷം ആരുമറിയാത്ത ദിക്കിൽ ഏകാന്തവാസം നടത്തി. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു സരതുഷ്ട്രയുടെ മതം സ്വീകരിച്ചു. പിന്നീട് അത് ക്രമേണ പ്രചാരത്തിലായി. വിഷ്പ് എന്ന രാജാവ് സരതുഷ്ട്രയെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ മതം സ്വീകരിക്കുകയും ചെയ്തു. അതോടെ പേർഷ്യൻ മുഴുവൻ സ്വരാഷ്ട്രീയൻ മതം വ്യാപിച്ചു. പിൽക്കാലത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നവർ യുദ്ധത്തിൽ പേർഷ്യയെ കീഴടക്കും വരെ സ്വരാഷ്ട്രീയൻ മതക്കാരായിരുന്നു പേർഷ്യയിലെ ഭൂരിപക്ഷം. സ്വരാഷ്ട്രീയൻ മതം വിവിധ ദേശത്തിലേക്ക് പ്രചരിച്ചിരുന്നു. ഇന്ത്യയിൽ അവർ വന്നെത്തിയിരുന്നു. അവരെയാണ് പാർസി മതക്കാർ എന്ന് വിളിച്ചു പോന്നത്. അവസ്ഥ എന്നാണ് സ്വരാഷ്ട്രീയൻ മതഗ്രന്ഥത്തിന്റെ പേര്. പഹ്ലവി ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. സ്വന്തം മതതത്വങ്ങൾ മാത്രമല്ല ഇതിലുള്ളത്, മറ്റു മതങ്ങളുടെ വാദമുഖങ്ങൾ ഖണ്ഡിച്ചുകൊണ്ടുള്ള നിലപാടുകളും അവസ്ഥയിലുണ്ട്. ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമാണ് സ്വരാഷ്ട്രീയ മതം. ബഹുദൈവാരാധന, ജന്തുബലി, മന്ത്രവാദം എന്നിവ സരതുഷ്ട്ര എതിർത്തു. സദാചാരമായിരുന്നു മതത്തിന്റെ അച്ചടക്കമുദ്ര. യഹൂദർ ഏകദൈവത്തെ യഹോവ എന്ന് വിളിച്ചെങ്കിൽ സരതുഷ്ട്ര തന്റെ ആശയത്തിലുള്ള ഏകദൈവത്തിന് അഹൂരമസ്ത എന്നാണ് വിളിച്ചത്. ജ്ഞാനിയായ നാഥൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. സത്യം, ധൈര്യം, നന്മ എന്നിവയുടെ ഇരിപ്പിടമാണ് അഹൂരമസ്ത. നന്മയെ പ്രകാശമായും അഹൂരമസ്തയെ പ്രകാശമൂർത്തിയായും സ്വരാഷ്ട്രർ ചിത്രീകരിക്കുന്നു. ഏതു ദേശത്തും ദൈവം നന്മമൂർത്തിയും സ്വയം പ്രകാശവുമാണെന്ന് ഈ ആശയങ്ങൾ വ്യക്തമാക്കുന്നു. ഭൗതിക ലോകവും ആത്മീയ ലോകവും അഹൂരമസ്ത സൃഷ്ടിച്ചതാണ്. അഹൂരമസ്ത സ്വർഗത്തിലാണ് താമസിക്കുന്നത്. എന്നാൽ ലോകത്തെ എല്ലാ വസ്തുക്കളിലും പരമാണുവിൽ പോലും അവൻ നിറഞ്ഞിരിക്കുന്നു. ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യോപനിഷത്ത് പറയുന്ന അതേ ആശയമാണിത്. സ്വരാഷ്ട്രർ അനുഭവിക്കുന്ന ദൈവിക മഹത്വം അഹൂരമസ്തയെ അംഗീകരിച്ച് അനുസരിച്ച് ജീവിച്ചാൽ എല്ലാവർക്കും പ്രാപ്യമാകുമെന്നും പറയുന്നു. അന്ധകാരത്തിനും തിന്മയുടെ വ്യാപനത്തിനും പ്രയത്നിക്കുന്ന അഹ്രിമാൻ എന്ന ദുർമൂർത്തിയെക്കുറിച്ചും സ്വരാഷ്ട്രീയൻ മതത്തിൽ പറയുന്നുണ്ട്. ചെകുത്താന്മാരെ സൃഷ്ടിച്ച നരകത്തിന്റെ അധിപനാണ് അഹ്രിമാൻ. അഹൂരമസ്തയും അഹ്രിമാനും തമ്മിൽ നിരന്തരം പോരാട്ടത്തിലാണ്. മനുഷ്യ മനസ്സിൽ നന്മയും തിന്മയും തമ്മിൽ ദേവാസ യുദ്ധം നടത്തുന്നു എന്ന ഹൈന്ദവ ആശയത്തോട് സാമ്യമുണ്ട് ഈ ആശയങ്ങൾക്ക്. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാവാം. 600 രൂപ അടച്ചാൽ 1 വർഷത്തേക്കും 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭ്യമാണ്. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58. ശേഷം അഡ്രസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. നമസ്തേ.